നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധം ശക്തം. SFIയും MSFും കാസർഗോട്ടും കാഞ്ഞങ്ങാടും ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വേനൽ മഴയ്ക്കൊപ്പം ശക്തമായുണ്ടായ ഇടിമിന്നലിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പടുപ്പിൽ തട്ടുമ്മൽ സ്വദേശികളായ ഗോപാലൻ രുക്മിണി ദമ്പതികളുടെ വീടിന് മിന്നലേറ്റു. ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായിൽ കാണപ്പെട്ട വിള്ളൽ. കരാർ കമ്പനിയുടേത് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. കാസർഗോഡ് മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ടു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതി. വടകര സ്വദേശിക്കെതിരെ കേസെടുത്ത് പോലീസ്. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം. കേരള വിഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU 20ാം സംസ്ഥാന സമ്മേളനം. സംഘാടക സമിതി രൂപീകരിച്ചു. ലേബർ കോഡ് നയത്തിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധം. CITU തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉത്തരവിന്റെ കോപ്പി കത്തിച്ചു. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസ് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിനകത്തേക്ക് ഇരിച്ചു കയറി. നീറ്റ് ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 11 മണിയോടെ പ്രകടനമായി എത്തിയ SFI പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിൽ എത്തി. പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. SFI മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം ബിപിൻ രാജ് പായം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഉപഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലക്കകത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഖാക്കളാണ്. SFI ഇന്നലെയിൽ നിന്നുമായി രാജ്യത്തുടനീളം ഇതുപോലെ പരിഹാസ്യമായ സമരത്തിന് തെരുവിനകം പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത് ചോദിച്ചാൽ, ഇന്നലെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വീണ്ടും നമ്മുടെ രാജ്യത്തിനകത്ത് പറഞ്ഞുവരുന്ന സ്ഥിതിയുണ്ടായി. രാജ്യത്തിനകത്തുള്ള വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ മേഖല എങ്ങനെയൊക്കെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പറ്റുമോ അതിനുള്ള എല്ലാ പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ സമരത്തിന് തെരുവിലുണ്ടായ രാജ്യത്തിനകത്ത് തെരുവിലുണ്ടായ സംഘടന SFI എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വരുന്ന സ്ഥിതിയുണ്ട്. അദ്നാൻ ചട്ടഞ്ചാൽ അധ്യക്ഷത വഹിച്ചു. K. സജീഷ്, KP വൈഷ്ണവ്, M. അനുരാജ്, PK മഞ്ജിഷ എന്നിവർ സംസാരിച്ചു. K. അനുരാഗ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ കാസർഗോഡ് MSFന്റെ പ്രതിഷേധം. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി.
മാഫിയകൾക്ക് വിറ്റുകൊടുത്ത വിദ്യാർത്ഥികളുടെ കണ്ണീർ ശാപം വേനൽ മഴയ്ക്കൊപ്പം ശക്തമായുണ്ടായ ഇടിമിന്നലിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പടുപ്പിൽ തട്ടുമ്മൽ സ്വദേശികളായ ഗോപാലൻ രുക്മിണി ദമ്പതികളുടെ വീടിന് മിന്നലേറ്റു. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. പെർള മണിയമ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിമിന്നലിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പടുപ്പിൽ വേനൽ മഴയ്ക്കിടെയുണ്ടായ ഇടിമിന്നലിൽ വീടിന് മിന്നലേറ്റു വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു. തട്ടുമ്മൽ സ്വദേശികളായ ഗോപാലൻ രുക്മിണി ദമ്പതികളുടെ വീടിനാണ് മിന്നലേറ്റത്. വീട്ടിൽ ആളുകളുണ്ടായിരുന്നുവെങ്കിലും വലിയൊരു ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. വീടിനുള്ളിലെ മുഴുവൻ ഇലക്ട്രിക് വയറിങ്ങും കത്തിക്കരിഞ്ഞു. ബൾബുകൾ പൊട്ടിത്തെറിച്ചു. സ്വിച്ച് ബോർഡുകൾ തെറിച്ചുപോയ നിലയിലാണ്. മിന്നലിന്റെ ആഘാതത്തിൽ വീടിന്റെ അടുക്കള ഭാഗത്തെ ഓടുകൾ പൊട്ടിത്തെറിച്ചു. പെർള മണിയമ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. ബാഡൂർ സ്വദേശിയായ ഡോക്ടർ പ്രസാദ് ഓടിച്ച കാറിന് മുകളിലേക്കാണ് കനത്ത കാറ്റിൽ മരം വീണത്. ഇദ്ദേഹം മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. മരം കടപുഴകി വീണത് കാറിന്റെ പുറകുവശത്തായതിനാൽ ഡോക്ടർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായിൽ കാണപ്പെട്ട വിള്ളൽ. കരാർ കമ്പനിയുടേത് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. ആഴമേറിയ കുഴിയിൽ മണ്ണിട്ട് റോഡ് നിർമ്മിക്കുമ്പോൾ ആവശ്യമായ സമയക്രമം പാലിച്ചില്ലെന്നാണ് സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ദേശീയപാത 66 മട്ടലായിൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത റോഡിലും അരികുഭിത്തിയിലുമുണ്ടായ വിള്ളലിന് കാരണം കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ഗുരുതര വീഴ്ചയാണെന്ന് പ്രാഥമിക വിലയിരുത്തൽ. സംഭവം സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ നിയോഗിച്ച ഉദ്യോഗസ്ഥ സംഘം ചൊവ്വാഴ്ച രാവിലെ സ്ഥലപരിശോധന നടത്തി. ആഴമേറിയ കുഴിയിൽ മണ്ണിട്ട് റോഡ് നിർമ്മിക്കുമ്പോൾ ആവശ്യമായ സമയക്രമം പാലിച്ചില്ലെന്നാണ് സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മണ്ണിന്റെ ഘടന ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കിയിരുന്നോ എന്നതിലും വ്യക്തത വരുത്താനുണ്ട്. പ്രവൃത്തി സംബന്ധിച്ച് ജനപ്രതിനിധികളിലും നാട്ടുകാരിലും ഭീതിയും ആശങ്കയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന അനിവാര്യമാണെന്നാണ് നിഗമനം. ശനിയാഴ്ച രാത്രി പെയ്ത മഴയിൽ ഞായറാഴ്ച രാവിലെയാണ് റോഡിൽ 50 മീറ്ററോളം വിള്ളൽ കണ്ടത്. 4 ഇടങ്ങളിൽ അരികുഭിത്തിയിലും വിള്ളലുണ്ടായി. ഞായറാഴ്ച വിള്ളൽ വീണ ഭാഗം നീക്കം ചെയ്ത് കരാർ കമ്പനി വളരെ പെട്ടെന്ന് റോഡ് പുനഃസ്ഥാപിക്കുകയായിരുന്നു. റോഡിന്റെ സുരക്ഷയ്ക്കായി പണിത അരികുഭിത്തിയിലും വിള്ളൽ വീണിരുന്നു. ഇത് അടച്ച ശേഷം മറച്ചു വെക്കുകയായിരുന്നു. ഇത് ശരിയായ നിലപാടല്ലെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. വടകര സ്വദേശി മുഹമ്മദ് ഷമ്മാസിനെതിരെയാണ് വിദ്യാനഗർ പോലീസ് കേസെടുത്തത്. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്തെന്ന പരാതിയിൽ വടകര സ്വദേശിക്കെതിരെ കേസ്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 32-കാരിയുടെ പരാതിയിൽ മുഹമ്മദ് ഷമ്മാസ് എന്നയാൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. 8.5 ലക്ഷത്തോളം രൂപ ഇയാൾ കൈക്കലാക്കിയെന്നും പരാതിയിൽ പറയുന്നു. പിന്നീട് ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഇതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. പ്രതി സമാനമായ രീതിയിൽ മറ്റ് സ്ത്രീകളെയും ചൂഷണം ചെയ്തതായാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഒളിവിൽ പോയ ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി വിദ്യാനഗർ പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിന്റെ ഭാഗമായി കേരള വിഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. RK മാളിൽ നടന്ന സെമിനാർ കേരള വിഷൻ ഡയറക്ടർ M. ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സാങ്കേതിക വിദ്യയിലെ പുതിയ മാറ്റങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുമായി കാസർഗോഡ് മേഖലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും ജീവനക്കാരുടെയും ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് RK മാളിൽ നടന്ന സെമിനാർ കേരള വിഷൻ ഡയറക്ടർ M. ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ആർക്കായാലും ചില ആൾക്കാർ ആ ട്രെയിനിങ് നടത്തുന്ന സമയത്ത് പലർക്കും പല ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ചോദ്യങ്ങൾ പലർക്കും അതിന്റെ ഉത്തരം കിട്ടുന്ന സമയത്ത് അത് പലർക്കും അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ ടെക്നിക്കൽ പരമായും അവർക്ക് ഗുണകരമാകുന്ന സാഹചര്യം ഉണ്ടാവും. അതിനാണ് നമ്മൾ ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. അപ്പോൾ നമുക്കറിയാലോ കേബിൾ TV എന്ന് പറയുന്നത് കേബിൾ TVയിൽ നല്ല പരിജ്ഞാനമുള്ളവരാണ് കേബിൾ TV ഓപ്പറേറ്റർമാർ എല്ലാവരും, അല്ലെങ്കിൽ ജീവനക്കാരെല്ലാവരും. അതിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ ഇന്റർനെറ്റ് രംഗത്തേക്ക് വന്നത്. ഇന്റർനെറ്റിൽ നമ്മൾ കഴിവുള്ളവരായിരുന്നില്ല. പക്ഷേ ആ കാലത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് നമുക്കതിൽ രംഗപ്രവേശനം ചെയ്യുകയും അതിൽ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ കൂടുതലായി പറയുന്നത്, ഈ ക്ലാസ് കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് രാജ്യത്ത് ഡിജിറ്റൽ കേബിൾ TV രംഗം ക്രമാതീതമായി കുറയുന്നു എന്നുള്ളതാണ്. രാജ്യത്ത് ഡിജിറ്റൽ കേബിൾ TV രംഗം 2018 131 ദശലക്ഷമായിരുന്നു ഡിജിറ്റൽ കേബിൾ TVയുടെ കണക്ക്. ഇന്ന് ഏകദേശം 50 ദശലക്ഷത്തോളം വരിക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 2030 ആകുമ്പോൾ 70 ദശലക്ഷമായി ഡിജിറ്റൽ കേബിൾ TV ഉപഭോക്താക്കളുടെ എണ്ണം 70 ദശലക്ഷമായി കുറയുമെന്നാണ് റായി കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എവിടെ നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളം എന്ന് പറയുന്നത് വളരെ കുഞ്ഞു സംസ്ഥാനമാണ്, ബാക്കി എല്ലാ സംസ്ഥാനവും എന്ന് പറയുന്നത് വലിയ വലിയ സംസ്ഥാനങ്ങളാണ്, വലിയ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ്. അങ്ങനെ ജനസാന്ദ്രതയിൽ നിന്നും വളരെ കുറഞ്ഞ ഭൂപ്രകൃതിയുള്ള കേരളത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തുന്ന MSO ഏതെന്ന് ചോദിച്ചാൽ അത് കേരള വിഷൻ മാത്രമാണ് എന്നുള്ളതാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ബിസിനസ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പല മേഖലകളിലും നമ്മൾ കടന്നിരിക്കുകയാണ്. അതുപോലെ നമ്മൾ സോളാർ അതുപോലെ ടൂറിസം മേഖല, OTT, ഇങ്ങനെ ബിസിനസ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പല മേഖലകളിലും നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അതിനെക്കുറിച്ച് ആ ബിസിനസിനെ കുറിച്ച് ഓപ്പറേറ്റർമാരിലും ടെക്നീഷ്യന്മാരിലുള്ള അവബോധം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ കാഞ്ഞങ്ങാട് വെച്ച് നടന്ന ക്ലാസ്സിൽ ഏകദേശം 80ഓളം പേർ പങ്കെടുക്കുകയുണ്ടായി. അത് രണ്ട് മേഖലയിൽ നിന്നാണ്, കാഞ്ഞങ്ങാട് മേഖലയിൽ നിന്നും നിരീക്ഷണ മേഖലയിൽ നിന്നും 80ഓളം പേർ പങ്കെടുക്കുകയുണ്ടായി. ഇന്ന് ഇവിടെ ഈ വളരെ സൂക്ഷ്മമായിട്ടാണ് ഇന്ന് ഈ ഹാളിൽ കാണുന്നത്. ഒരു 58 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 40 പേർ മാത്രമേ ഇവിടെ പങ്കെടുത്തായി കാണുന്നുള്ളൂ. അപ്പോൾ കാസർഗോഡ് പറഞ്ഞതുപോലെ ഇപ്പോൾ സമ്മേളനങ്ങളിൽ നല്ല പ്രാതിനിധ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നടക്കുന്ന മേഖലാ യോഗങ്ങളിലും വളരെ ശുഷ്കമായിട്ടാണ് കാണുന്നത്. മഞ്ചേശ്വര മേഖലയിലുള്ള ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇപ്പോൾ പങ്കെടുക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതലായി ഇപ്പോൾ ഇതിന് ട്രെയിനിങ് സെക്ഷൻ ഏകദേശം നമ്മൾ ഓപ്പറേറ്റ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. ഇപ്പോൾ സമയം 11 മണിയായി. ഇപ്പോൾ BOTTയെ കുറിച്ചും അതുപോലെ ദിവസത്തെക്കുറിച്ചുള്ള 2 സെഷനായിട്ടാണ് ക്ലാസുകൾ അവതരിപ്പിക്കുന്നത്. വരുന്ന 2 മാസത്തിനുള്ളിൽ കേബിൾ TV സർവീസുകൾ പൂർണ്ണമായും ഡിജിറ്റൽ സെറ്റപ്പ് ബോക്സ് വഴി ലഭ്യമാക്കുന്നതിനും TV എനിവെയർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുഴുവൻ പ്രോഗ്രാമുകളും ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള വിപുലമായ പദ്ധതികളെക്കുറിച്ച് സെമിനാറിൽ ചർച്ച ചെയ്തു. കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ്, മാജിക് DJ, ഹെൽപ്പ് ഡെസ്ക്, ടൂറിസം ടേണിംഗ്സ് തുടങ്ങിയ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് രാജേഷ് VA, ഡാനിയൽ VG, രാഹുൽ P. രാജ്, ഡിഷാൽ ആന്റണി എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ചടങ്ങിൽ CCN ചെയർമാൻ K. പ്രദീപ് കുമാർ സംസാരിച്ചു. COE സംസ്ഥാന എക്സിക്യൂട്ടീവ് ഷുക്കൂർ കോളിക്കര സ്വാഗതവും കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് K. ദിവാകര നന്ദിയും പറഞ്ഞു.
സാങ്കേതികമായ അറിവുകൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം കേബിൾ TV മേഖലയിലെ നൂതനമായ അപ്ഡേറ്റുകളെക്കുറിച്ചും ജീവനക്കാർക്ക് അവബോധം നൽകുന്നതിനും സെമിനാർ വഴിയൊരുക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU 20ാം സംസ്ഥാന സമ്മേളനം ജൂൺ 4, 5, 6 തീയതികളിൽ കാസർഗോഡ് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ ചേരും. സമ്മേളനം വിജയിപ്പിക്കാൻ സംഘാടക സമിതി രൂപീകരിച്ചു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU 20ാം സംസ്ഥാന സമ്മേളനം ജൂൺ 4, 5, 6 തീയതികളിൽ കാസർഗോഡ് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ ചേരും. സമ്മേളനം വിജയിപ്പിക്കാൻ സംഘാടക സമിതി രൂപീകരിച്ചു. CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. CITU ഇന്ന് വലിയൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ എന്നുള്ള സാർവദേശീയ തൊഴിലാളി പ്രസ്ഥാനം ഇന്ത്യയിലെ ട്രേഡ് യൂണിയനായിട്ടുള്ള CITUവിന്റെ അഭിപ്രായങ്ങൾക്ക് കാതോർക്കുകയും സാർവദേശീയ തൊഴിലാളി വിഷയങ്ങളിലെല്ലാം തൊഴിൽ പ്രശ്നങ്ങളെല്ലാം ഇടപെടുമ്പോൾ ഇതിന്റെ ഒരു ഉപദേശം നേടാനും വളരെ കൃത്യമായി അഭിപ്രായങ്ങൾ ആരായാനും തേടാനുമുള്ള അർഹതയും അതിനുള്ള ഒരു ആധികാരികതയും എല്ലാം നേടിയെടുത്ത ട്രേഡ് യൂണിയനായിട്ട് ഇന്ത്യയിൽ CITU വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെ ഓരോ തൊഴിലാളിയുടെയും ഓരോ ജീവനക്കാരന്റെയും അഭിമാനമാണ്. ആ അഭിമാന ബോധത്തോടു കൂടി തന്നെ അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ ട്രേഡ് യൂണിയൻ സമ്മേളനത്തെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാ വർഗഭോജന പ്രസ്ഥാനങ്ങളുടെയും പുരോഗമന പ്രസ്ഥാനത്തിന്റെയും എല്ലാം നേതാക്കൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. തീർച്ചയായും കാസർഗോഡിന്റെ ഈ പഴയ മുൻകാല സമ്മേളന പ്രവർത്തനാനുഭവ സമ്പത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പുതിയ ഈ ഒരു പരിസ്ഥിതിയിൽ നമുക്കേറ്റിട്ടുള്ള തിരിച്ചടിയെ അതിജീവിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് നിവൃത്തിയില്ല. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് P. കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു, CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ, M. സുമതി, M. മുഹമ്മദ് ഹനീഫ, TMA കരീം, P. മണിമോഹനൻ, U. തമ്പാൻ നായർ, K. രാഘവൻ, PK വിനോദ്, മോഹൻ കുമാർ പാടി, KV ജയപാൽ, K. ഗിരീഷ് ബാബു, OR ഷാജി, KG ബിന്ദു, K. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി S. സുധാകരൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി CH കുഞ്ഞമ്പുവിനെ ചെയർപേഴ്സണായും P. ഉണ്ണികൃഷ്ണനെ ജനറൽ കൺവീനറായും A. സുധാകരൻ, K. വിനോദ് എന്നിവരെ കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലപ്പുറം വാദി ഹറമൈനിയിൽ നടക്കുന്ന സമസ്ത സെന്റിനറി സമ്മേളനത്തിന് മുന്നോടിയായി കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സോൺ തല സെന്റിനറി അസംബ്ലി നടത്തി. തൃക്കരിപ്പൂർ അൽ മുജമ്മുൽ ഇസ്ലാമിയിൽ നടന്ന പരിപാടി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്തു. 100 പ്രകാശവർഷങ്ങൾ എന്ന പ്രമേയത്തിൽ 2027 ജനുവരി 28 മുതൽ 31 വരെ മലപ്പുറം വാദി ഹറമൈനിയിൽ നടക്കുന്ന സമസ്ത സെന്റിനറി സമ്മേളനത്തിന്റെ ആഭ്യന്തര സജ്ജീകരണത്തിനായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാനത്തുടനീളം സോൺ തലങ്ങളിൽ നടത്തിവരുന്ന പരിപാടിയുടെ ഭാഗമായാണ് സെന്റിനറി അസംബ്ലി തൃക്കരിപ്പൂർ അൽ മുജമ്മുൽ ഇസ്ലാമിയിൽ സംഘടിപ്പിച്ചത്. നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 6 സർക്കിളുകളിൽപ്പെടുന്ന ജമിയത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SJM, SMA തുടങ്ങിയ ഘടകങ്ങളിലെ 500-ൽ പരം ഭാരവാഹികൾ സെന്റിനറി അസംബ്ലിയിൽ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്തു. MT അബ്ദുൽ ജലീൽ സഖാഫി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് പറവൂർ വിഷയാവതരണം നടത്തി. സയ്യിദ് സൈഫുല്ല അൽ മഷ്ഹൂർ തങ്ങൾ പ്രാർത്ഥന നടത്തി. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ്, AB അബ്ദുള്ള മാസ്റ്റർ, TP നൌഷാദ് മാസ്റ്റർ, യൂസുഫ് മദനി, PK അബ്ദുള്ള മൗലവി, MTP ഇസ്മായിൽ സാദി, EK അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലേബർ കോഡ് ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. CITU തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉത്തരവിന്റെ കോപ്പി കത്തിച്ചത്. രാജ്യത്തെ വിവിധ തൊഴിൽ നിയമങ്ങളെ തൊഴിലാളി വിരുദ്ധത നിറഞ്ഞ 4 ലേബർ കോഡുകളാക്കി കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് മുതലാളികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്നാരോപിച്ചാണ് CITUയുടെ നേതൃത്വത്തിൽ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചത്. തൃക്കരിപ്പൂർ ടൗണിലെ ക്ലോക്ക് ടവർ പരിസരത്ത് നടന്ന പ്രതിഷേധം CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ സംരക്ഷണം എന്ന് പറയുന്നത് അത് മാത്രമല്ല, 12 മണിക്കൂർ ജോലിയെടുത്താൽ 8 മണിക്കൂർ ജോലിയെടുത്ത് നൽകുന്ന ശമ്പളം തന്നെ കാശ് തന്നെ നൽകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണോ തൊഴിലാളികളുടെ സംരക്ഷിക്കുന്ന നിയമം എന്ന് പറഞ്ഞ് ഇത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾക്ക് മറുപടി വേണം. അതുമാത്രമല്ല, നിരവധി തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതാത് സമയങ്ങളിൽ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത്.
അങ്ങനെ പ്രതികരിക്കുന്നതിനുള്ള അവകാശങ്ങളും രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമമാക്കി ഈ ലേബർ കോഡുകൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, സംഘടിക്കുവാനും വിലപേശുവാനും തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന നിയമമായിട്ട് ഈ 4 ലേബർ കോഡുകൾ മാറിയിരിക്കുകയാണ്. PC ഉമേഷ് അധ്യക്ഷത വഹിച്ചു. CITU പഞ്ചായത്ത് സെക്രട്ടറി K കനേഷ്, PV ദാമോദരൻ, സിന്ധുലാൽ IT, T അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ തൊഴിലാളികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വലിയ പറമ്പ് ഇടയിലക്കാട് കാവിനകത്തെ ചെറു ചലനങ്ങൾ നിരീക്ഷിക്കാൻ വായന വെളിച്ചം വായനക്കളരി പദ്ധതിയുടെ ഭാഗമായി കുരുന്നുകളെത്തി. തൃക്കരിപ്പൂർ IT EK നായനാർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് പ്രകൃതി വായനയ്ക്കായി ഇടയിലക്കാട് കാവിൽ കുട്ടികൾ ഒന്നുചേർന്നത്. വേനൽ മഴയിൽ ഇറ്റിറ്റു വീഴുന്ന മഴത്തുള്ളികൾക്കിടയിൽ കാവിനകത്തെ ചെറു ചലനങ്ങൾ പോലും അവർ നിരീക്ഷിച്ചു. മഴപ്പൊത്തുകളിൽ നിന്ന് പുതുമഴയിൽ തലയുയർത്തി വരുന്ന കൂണുകളും വല നെയ്യുന്ന ചിലന്തികളും പലതരം കിളികളുടെ ചേഷ്ടകളുമൊക്കെ കുരുന്നുകൾക്ക് കൗതുക കാഴ്ചയായി. അത്യപൂർവമായ ഓരിലത്താമരയെന്ന ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഔഷധ സസ്യത്തെപ്പറ്റിയും വംശനാശ ഭീഷണി നേരിടുന്ന വെള്ളവയറൻ കടൽപ്പരുന്തിനെക്കുറിച്ചും അവർ വിസ്മയത്തോടെ കേട്ടറിഞ്ഞു. ലൈബ്രറി കൗൺസിൽ ഹൊസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ കാവിനെ അറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായന വെളിച്ചം കൺവീനർ K മനൂജ, വായനശാല പ്രസിഡന്റ് സിന്ധുലാൽ IT, ലൈബ്രറിയൻ VP സീമ, TK ഷിജു, UK സജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോട്ടുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വീട് കത്തിനശിച്ചു. കസബ കടപ്പുറത്തെ മീനാക്ഷിയുടെ ഉടമസ്ഥതയിലുള്ള ഓടുമേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. 2.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചൊവ്വാഴ്ച രാത്രിയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ കാസർഗോഡ് കസബ കടപ്പുറത്തെ മീനാക്ഷിയുടെ ഉടമസ്ഥതയിലുള്ള ഓടുമേഞ്ഞ വീട് ഭാഗികമായി കത്തിനശിച്ചു. മിന്നലിനെ തുടർന്ന് ഫ്രിഡ്ജിന് തീപിടിക്കുകയും സമീപത്തുണ്ടായിരുന്ന TV, ഫാൻ, കിടക്ക, തുണിത്തരങ്ങൾ എന്നിവയിലേക്ക് തീ പടരുകയുമായിരുന്നു. തീ കണ്ടയുടൻ തന്നെ മീനാക്ഷി ഇറങ്ങി ഓടിയതിനാൽ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവമറിഞ്ഞെത്തിയ കാസർഗോഡ് അഗ്നിശമന രക്ഷാസേനയിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സണ്ണി ഇമ്മാനുവലിൻ്റെ നേതൃത്വത്തിലുള്ള സേനയും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു. 2.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ഇടിമിന്നലാണ് ഉണ്ടായത്. ഇത് ചിലയിടങ്ങളിൽ അപകടത്തിനും കാരണമായി. ചില പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും വീശിയടിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചന്ദ്രഗിരി ശ്രീ ചന്ദ്രശേഖര ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം മെയ് 17 മുതൽ 20 വരെയായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 പതിറ്റാണ്ടിന് ശേഷമാണ് ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം നടക്കുന്നത്. ക്ഷേത്രതന്ത്രി ഉച്ചില്ലത്ത് പത്മനാഭതന്ത്രികളുടെ കാർമ്മികത്വത്തിൽ വിവിധ താന്ത്രിക, ആധ്യാത്മിക, കലാ, സാംസ്കാരിക പരിപാടികളോടെ 4 ദിവസങ്ങളിലായാണ് മഹോത്സവം നടക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ചന്ദ്രഗിരി ശിവക്ഷേത്രം എന്ന് വെച്ചാൽ അതിപുരാതനമായ ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ കുടുംബസ്വത്തായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കർമ്മവും ഇക്കാലം അത്രയും ആ കുടുംബത്തിലെ ഓരോ തലമുറകളും ആ പൂജാതി കർമ്മങ്ങൾ യാതൊരു മുടക്കവും വരുത്താതെ അനുഷ്ഠിച്ചു പോകുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ പ്രശ്നവശാൽ ആ ക്ഷേത്രത്തിന് നവീകരണവും അതേപോലെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഏറ്റവും പെട്ടെന്ന് നടത്തി അതിൻ്റെതായ ഭഗവാന് ചൈതന്യം ഉൾക്കൊള്ളുവാനായിട്ട് എല്ലാ ജനങ്ങളും ഒന്നുകൂടണമെന്ന് രാശിയിൽ കാണുകയും അതനുസരിച്ച് ക്ഷേത്രത്തെ പരിസരത്തുള്ള എല്ലാ കേള്, ചെമ്പിരിക്ക, അതേപോലെ ചാത്തങ്ക, ഇടുങ്ക എന്നീ ഭാഗത്തുള്ള മുഴുവൻ ജനങ്ങൾ സഹകരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഷ്ടബന്ധ കലശോത്സവത്തിൻ്റെ കലശോത്സവം നടത്തുവാനും അതിനായി നമ്മുടെ തന്ത്രി അവർകളെ നേരിട്ട് കാണുകയും തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡേറ്റും അതേപോലെ ദിവസവും നിശ്ചയിക്കുകയും ജനങ്ങളെല്ലാവരും കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മകലശോത്സവം രാശിവശാലും അതേപോലെ നമ്മുടെ തന്ത്രിയുടെ നിർദ്ദേശാനുസരണവും 17, 18, 19, 20 എന്നീ തീയതികളിൽ നടത്തുവാനുമായി തീരുമാനിക്കുകയുണ്ടായി. രാജൻ വെള്ളേരി, സുരേഷ് കുമാർ കീഴൂർ, കമലാക്ഷൻ തെക്കേക്കര, രവീന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന മാർഷ്യൽ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മെയ് 14 മുതൽ 19 വരെയാണ് മാർഷ്യൽ ആർട്സ് ഫെസ്റ്റിവൽ നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് നടന്ന സംസ്ഥാന മാർഷ്യൽ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. മെയ് 14 മുതൽ 19 വരെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മാർഷ്യൽ ആർട്ട് ഫെസ്റ്റ് നടക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ കായിക മേഖലകളിൽ വലിയ ആഘോഷം നടക്കാൻ വേണ്ടി പോവുകയാണ്. ചരിത്രത്തിലാദ്യമായി കേരളം ആദ്യം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനപ്രകാരം ഇത്തവണ കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഒളിമ്പിക് ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ മാർഷൽ ആർട്സ് ഫെസ്റ്റ് നടക്കുകയാണ്. ജില്ലയിലെ കായിക രംഗത്ത് കൂടുതൽ കരുത്തു പകരുന്നതിന് ഈ ആഘോഷം ഏറെ പ്രചോദനമാകും. നിരവധി കായിക താരങ്ങൾക്ക് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരം മത്സരത്തിന് വേദിയൊരുങ്ങുന്നത്. ജില്ലയിലെ നിരവധി കായിക താരങ്ങൾക്ക് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഒരു പുതിയ വേദിയായി മാർഷ്യൽ ആർട്സ് ഫെസ്റ്റ് മാറ്റുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 1500-ലധികം 1550 കായിക താരങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കരാട്ടെ വിഭാഗത്തിൽ 400, ടൈക്കോണ്ടോ വിഭാഗത്തിൽ 700, ജൂഡോ വിഭാഗത്തിൽ 100, കളരിയിൽ 50, ഉഷു 100, ബോക്സിംഗ് 100, ആം റെസ്ലിംഗ് 100. ഇത്തരത്തിൽ ആണ് ഇതിൻ്റെ പങ്കാളിത്തം എന്നുള്ളത്. ഓരോ അസോസിയേഷനും അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നടക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അതിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മാത്രമല്ല അവിടെ ഈ 1500 കായിക താരങ്ങളും അതോടൊപ്പം രക്ഷിതാക്കളും ഉൾപ്പെടെ വലിയ ജനാവലി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ ഇതിൻ്റെ വിശ്വാസം. അർത്ഥത്തിലാണ് പ്ലാൻ ചെയ്തത്. ഈ വർഷം ഈ ഒരു പ്രോഗ്രാമാണ് നടത്തുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള മാർഷൽ ആർട്സ് ആദ്യമായിട്ടാണ് ജില്ലയിൽ നടക്കുന്നത്. ഒരു മാർഷൽ ആർട്സ് ഫെസ്റ്റ് എന്ന നിലയിൽ 7 കായിക ഇനങ്ങൾ മാർഷൽ ആർട്സ് ഇനങ്ങളാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫെസ്റ്റ് 14-ന് രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ മുഖ്യാതിഥിയാവും. 14, 15 തീയതികളിൽ കരാട്ടെ മത്സരം, 16-ന് വുഷു കളരിപ്പയറ്റ് മത്സരങ്ങൾ, 17-ന് ആം റെസ്ലിംഗ്, ജൂഡോ, ബോക്സിംഗ് മത്സരങ്ങൾ. മെയ് 18, 19 തീയതികളിൽ തൈക്കോണ്ടോ തുടങ്ങി 7 കായിക മേഖലകളിലാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി മത്സരം നടക്കുന്നത്. 19-ന് നടക്കുന്ന സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വി രമേശൻ, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ M അച്യുതൻ, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് മീത്തൽ, സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ MK രാജശേഖരൻ, തൈക്കോണ്ടോ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M കുഞ്ഞബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശോഭിക വെഡ്ഡിംഗിന്റെ വാർഷികാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കലാപരിപാടികൾ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ്സിന്റെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശോഭികയോട് ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ വന്ന അന്ന് മുതൽ, അല്ലെങ്കിൽ വരാൻ തീരുമാനിച്ച ആ തീരുമാനം മുതൽ ഞങ്ങൾ കൂടെയുള്ള ഒരാൾ എന്ന നിലയിൽ ശോഭികയുടെ വളർച്ചയിൽ, ശോഭികയുടെ സന്തോഷത്തിൽ കുടുംബസമേതം പങ്കുചേരുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ മദേഴ്സ് ഡേ ആണ്. നോ ടെമ്പിൾ ഈസ് ഹോളിയർ ദാൻ മദർ. ബിഗ് മാൾ ഡയറക്ടർ ഷംസ്ദീൻ പാലക്കി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതം പറഞ്ഞു.
ശോഭിക GM, റിഷാദ്, HR എക്സിക്യൂട്ടീവുമാരായ രഞ്ജുഷ, ശ്രീജ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ASM വിപിൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ശോഭിക വെഡിംഗ് സെന്ററിലെ സ്റ്റാഫ് അംഗങ്ങൾ പങ്കെടുത്ത കലാപരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക സസ്യാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മലബാർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയും കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സസ്യാരോഗ്യത്തിനുള്ള പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ലോക സസ്യാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മലബാർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയും കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. അതിജീവനശേഷിയുള്ള കൃഷി, സസ്യാരോഗ്യ പരിപാലനത്തിലും ബയോസെക്യൂരിറ്റിയിലുമുള്ള നൂതന ആശയങ്ങൾ എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. പടന്നക്കാട് കാർഷിക കോളേജിന്റെ ഡീനും സർവകലാശാല ജനറൽ കൗൺസിൽ അംഗവുമായ ഡോക്ടർ സജിത റാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് IAS സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സസ്യാരോഗ്യത്തിനുള്ള പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ ഡോക്ടർ രാജേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെമിനാറിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച അബ്സ്ട്രാക്ട് ബുക്കിന്റെ ഡിജിറ്റൽ പ്രസിദ്ധീകരണവും നിർവഹിച്ചു. മലബാർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ശ്രീകുമാർ, സെക്രട്ടറി ഡോക്ടർ സൈനാമോൾ കുര്യൻ, കോളേജിലെ മുൻ ഡീൻ ഡോക്ടർ ഗോവിന്ദൻ, പ്രൊഫസർ മിനി PK എന്നിവർ സംസാരിച്ചു. തോന്നുന്ന ക്വാളിറ്റി കുറഞ്ഞ കമ്പനികളുടെ ഒന്നും എടുക്കൂല. അപ്പൊ നിയമം തന്നെ പാലിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് വരും. ഒരുപാട് കമ്പനി ഉണ്ട് ഇങ്ങനെ, അതൊന്നും എടുക്കാതെ പോകും. ഇപ്പോഴും ഈ നിയമത്തില് ഇങ്ങനെയുള്ള ഇടാകൂടങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതില് വൻപൻ ഫൈനാണ് വെച്ചത്. കോടതി പോകുന്നില്ല, കോടതി അവസാന ഘട്ടത്തിലേക്കുന്നുള്ളൂ. ആദ്യം തന്നെ കനത്ത ഫൈൻ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ്. ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും മേലെ തുടങ്ങാം. പിന്നെയോ ഇന്ത്യന്റെ ഈ പെസ്റ്റിസൈഡ് റെഗുലേഷൻ അതിന്റെ മൊത്തത്തിൽ ഡിജിറ്റൈസ് ചെയ്യും. ഇതെല്ലാം ഹാർഡ് കോപ്പിയാണ്. ആപ്ലിക്കേഷൻ നടത്തണം, മറ്റേ കോപ്പി വേണം, എല്ലാം വെച്ചിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എല്ലാം ഡിജിറ്റൽ ആയിട്ട് ചെയ്യുക. എത്രയോ ആണ്. പിന്നെയോ അക്രഡിറ്റഡ് ലാബറട്ടറികൾ ഉണ്ടാക്കുക. ആ ലാബറട്ടറിയിൽ ഇതെല്ലാം പരിശോധിക്കും. പിന്നെ പെസ്റ്റിസൈഡ് സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളതെല്ലാം പരിശോധിക്കുക. അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ലാബറട്ടറികൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഉദ്ദേശം. അതിന്റെ ഈ പ്രൊവിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പഴയ നിയമത്തെ മാറ്റുക. ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പഴയ നിയമം ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതെയാകും. കേരളത്തിലെ പ്രഥമ സസ്യരോഗ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ J. സാംരാജ്, കീടശാസ്ത്ര വിഭാഗത്തിൽ കേരളത്തിലെ ആദ്യകാല ശാസ്ത്രജ്ഞന്മാരിൽ പ്രബലനായ ഡോക്ടർ MRGK നായർ എന്നിവരുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പുരസ്കാരം ഡോക്ടർ CK പീതാംബരൻ, ഡോക്ടർ KD പ്രതാപൻ എന്നിവർ ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, കർഷകർ എന്നിവരും സെമിനാറിന്റെ ഭാഗമായി. സസ്യരോഗ കീട നിയന്ത്രണത്തിനുള്ള നൂതന ആശയങ്ങളെക്കുറിച്ച് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള പ്രഗത്ഭരും പ്രസ്തുത മേഖലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളും പ്രബന്ധം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധം ശക്തം. SFIയും MSFും കാസർഗോട്ടും കാഞ്ഞങ്ങാടും ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വേനൽ മഴയ്ക്കൊപ്പം ശക്തമായുണ്ടായ ഇടിമിന്നലിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പടുപ്പിൽ തട്ടുമ്മൽ സ്വദേശികളായ ഗോപാലൻ രുക്മിണി ദമ്പതികളുടെ വീടിന് മിന്നലേറ്റു. ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായിൽ കാണപ്പെട്ട വിള്ളൽ. കരാർ കമ്പനിയുടേത് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. കാസർഗോഡ് മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ടു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതി. വടകര സ്വദേശിക്കെതിരെ കേസെടുത്ത് പോലീസ്. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം. കേരള വിഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU 20ാം സംസ്ഥാന സമ്മേളനം. സംഘാടക സമിതി രൂപീകരിച്ചു.
ലേബർ കോഡ് നയത്തിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധം. CITU തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉത്തരവിന്റെ കോപ്പി കത്തിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.